ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെ, എന്താ മുത്തശ്ശി? ഞാനൊരു കാര്യം ചോദിച്ചാ മോള് സത്യം പറയൂ. എന്തിനാ നീ വരുണിനെ എങ്ങനെ വേദനിപ്പിക്കുന്നേ? ഇവിടെ മറ്റുള്ളവർക്കാർക്കും നിങ്ങളെ തമ്മിലുള്ള ബന്ധം അറിയില്ല. പക്ഷേ മുത്തശ്ശിക്ക് നന്നായിട്ടറിയാം. മോൾ ആരെ പേടിച്ചാ ഇതൊക്കെ ചെയ്യുന്നേ? ആരെയും പേടിച്ചിട്ടല്ല, ഞാൻ ഇങ്ങനെ തന്നെ പെരുമാറേണ്ടത്. അത് കള്ളം. ഉർവശിയും കൽപ്പനയും പറയുന്നതൊക്കെ അക്ഷരം പ്രതി അനുസരിക്കുകയാണോ മോള്? അത് അങ്ങനെ തന്നെയാണെന്ന് മുത്തശ്ശിക്ക് നല്ലോണം അറിയാം. ചെറിയൊരു വേദന തട്ടിയാ തന്നെ അവൻ വല്ലാതെ തളർന്നു പോവും. വേദനിപ്പിക്കുന്നത് നീയാണെങ്കിൽ അതിൽ നിന്നും പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ബുദ്ധിമുട്ടാവും. മുത്തശ്ശിന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് വരുണിനെ കുറിച്ച് ഞാൻ എന്ത് ചിന്തിച്ചാലും തെറ്റാ, എന്ത് ചെയ്താലും തെറ്റാ. എന്നെ നിയന്ത്രിക്കുന്നവരെ എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരുടെ മുന്നിൽ വലിയൊരു ശരിയുണ്ട്. പ്രിയയും വരുണും ഭാര്യയും ഭർത്താവുക. ഞാനിനി ഈ മണ്ടത്തരത്തിന്റെ പുറകെ നടക്കാൻ പാടില്ല മുത്തശ്ശി. മോള് പറയുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷേ നീ കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചതുകൊണ്ടോ പത്മിനിയും ഉർവശിയും കൽപ്പനയും ഒന്നിച്ച് ശ്രമിച്ചതുകൊണ്ടോ വരുൺ പ്രിയങ്കയെ സ്നേഹിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവന്റെ മനസ്സിൽ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. അവൻ താലി കെട്ടിയ പെണ്ണിനെയല്ലേ അവൻ സ്നേഹിക്കേണ്ടത്? അവളെയല്ലേ സംരക്ഷിക്കേണ്ടത്? അതിനെന്താ മറുപടി? എന്നെപ്പോലൊരു ഗതികെട്ട പെൺകുട്ടിക്ക് ഈ ചോദ്യത്തിന് ഉത്തരയില്ല. അമ്മയും ചെറിയമ്മയും പറയുന്ന കാര്യങ്ങൾക്കും ഉത്തരയില്ല. അതങ്ങനെയാ മുത്തശ്ശി. അതെന്റെ ജന്മദോഷ. എന്റെ ഭാഗത്തുനിന്നൊരു വീഴ്ച വന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്റെ അമ്മയെ എല്ലാരും പറയുന്നത്. എന്നെ വലിച്ചെറിഞ്ഞതാ, വേണ്ടെന്ന് വെച്ചതാ. പക്ഷെ ഞാൻ കാരണം ആ പാവം എന്തിനാ ഒരു ദുഷ്പേര് ചുമക്കുന്നേ? മുത്തശ്ശി വരുണെ പറഞ്ഞ് മനസ്സിലാക്കണം. എനിക്കിങ്ങനെ വേദനിക്കാൻ വയ്യ. എല്ലാവരുടെ മുന്നിലും ഒരു പരിഹാസ കഥാപാത്രാവാൻ എനിക്ക് വയ്യ. മോളെന്റെ മുഖത്തേക്കൊന്നു നോക്ക്. പറ്റുമോ നിന്നെ കൊണ്ട് അവനെ മറന്നു കളയാൻ? പറ്റുമോ നിനക്ക്?